പറഞ്ഞില്ല ഒന്നുകൂടി പ്രാവിനെ നമുക്ക് പറപ്പിക്കാം. എങ്ങനെയുണ്ട്? നമ്മളിതാ വേറൊരു സ്ഥലമല്ല, സെയിം സ്ഥലത്തിന്റെ വേറൊരു സ്ഥലം. അതെ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളിതാ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എന്താ വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ എല്ലാവരും കുറേ ദിവസത്തെ കാലത്തിന് ശേഷം നമ്മളൊരു പ്ലാനിട്ട് അത് നടത്തി. നമ്മളിതാ കബ്ബൺ പാർക്കിലെത്തി. ഇതാണ് സ്ഥലം. ബാംഗ്ലൂർ വന്നിട്ട് ഇതുവരെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് തീരുമാനിച്ചു പോയിട്ടുണ്ട് ഇല്ല. എപ്പോഴും പ്ലാനിങ് മാത്രം നടക്കല്. അങ്ങനെ അവസാനം നമ്മളിതാ പോയിരിക്കുകയാണ് ഗായ്സ്. പോയിരിക്കുകയാണ്. നല്ല സ്ഥലമാണ്. ഫോട്ടോ എടുക്കാൻ റെഡ് ഫോർട്ട് പോലത്തെ സാധനം അവിടെ കണ്ടിട്ടുണ്ട്. സ്ഥലം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ്, സൂപ്പർ സാധനമാണ്. അപ്പൊ എന്തായാലും ഫുള്ള് മഴ. ഞങ്ങളിപ്പോ ചളിയിൽ കൂടി ഒക്കെ നടക്കുന്നത് ഫുള്ളായിട്ട്. ഇപ്പൊ ഓരോന്ന് കാണിച്ചറിയ എടുത്ത കാഴ്ചകൾ. റെഡ് ഫോർട്ടിലേക്കുള്ള പാലം ഉണ്ടാവും. ഓക്കെ, നല്ലൊരു റെഡ് കളറിലാണ്. വേണ്ട ഒരു മൈന നോക്കി, ഒരു മൈന. ഇൻട്രോഡ്യൂസ്. മാത്രല്ല ഹൈക്കോർട്ട് ഓഫ് കർണാടക. പക്ഷേ ഇത് ഹൈക്കോർട്ടാണ്. ഹൈക്കോർട്ടിന് മുമ്പിൽ മൊത്തത്തിൽ ചളിയാണ് ഗൈസ്. 2 സിംഹമുണ്ട്. ഒന്നിടെ പിന്നെ വേറെ 2 സിംഹം അവിടെ ഫോട്ടോ എടുക്കുന്നു. കളിക്കുന്നുണ്ട്, പ്രാവ് പറക്കുന്നുണ്ട്. എല്ലാവരും മൈൻഡ് തന്നെ റീഫ്രഷ് ആക്കാറുണ്ട്. അവിടെ വന്നു നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടാലോ? അങ്ങനെ ഇല്ല, നമ്മളിപ്പം വേറെ യൂട്യൂബ് ചാനൽ യൂട്യൂബേഴ്സ് വേറെ ഉണ്ട്. ഓർക്ക് കണ്ടന്റ് കൊടുക്കാണ്ട് നമ്മള് കണ്ടന്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മള് പോവാണ്. അത് അവർ നമ്മൾ പിടിക്കാമായിരുന്നു. ഓ പ്രാങ്ക് വീഡിയോ. നമ്മളെ കൊറേ വീഡിയോ ഇന്ന് ഇഷ്ടംപോലെ വീഡിയോ എടുക്കും. എല്ലാ വീഡിയോയും വരുന്നതായിരിക്കും. അപ്പോ ഇവിടുത്തെ ഒരു സീന് കാണിച്ചു തരാം. അടിപൊളി സ്ഥലം ഞാൻ എന്തായാലും കാണിച്ചു തരാം ഗൈസ്. വീഡിയോ കാണിച്ചു തരാം. ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്നില്ല. എന്തോ ഒരു ഇതും പിന്നെ ഇവിടെ ഇങ്ങനെ കുറെ ആള് കളിക്കും. കുറെ ആൾ ബബിൾസ് വിടുന്നുണ്ട്, ഷട്ടിൽ ബാറ്റ് കളിക്കുന്നു, കളിപ്പിക്കുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പ്രാവിനെ നമുക്ക് പറപ്പിക്കാം. കബൺ പാർക്കിലുള്ള കബണ് കാണാനാണ് നമ്മൾ വന്നത്. അതെ, ഈ കബണ് അറിയില്ല. അത് നമുക്കും അറിയില്ല. അത് നമ്മളങ്ങനെ എത്തി. നമ്മള് അമ്മ ചേച്ചി എന്റെ വിഷ്ണുട്ടൻ ഉണ്ട്. അപ്പൊ ഇവരോടൊക്കെ എങ്ങനെയുണ്ട് അമ്മ ചേച്ചി പറയൂ, ഇതെങ്ങനെയുണ്ട്? പിച്ചുണ്ടത്. അങ്ങനെ നമ്മളിതാ വേറൊരു സ്ഥലമല്ല, സെയിം സ്ഥലത്തിന്റെ വേറൊരു സ്ഥലം. അതെ, വീടാന്ന് വെച്ചാൽ അടിപൊളി. കാനഡ ഫീലുള്ള സ്ഥലമാണ്. അതെ, മൊത്തത്തിലൊരു കാനഡ ടച്ചുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് നമ്മളെ മിസ്റ്റർ ഫൈസാറിനാണ്. ഫൈസാറാണ് മൊത്തത്തിലും കാര്യങ്ങളും. അതെ, ഇവിടുത്തെ ഇഷ്ടക്കാലം എടുത്ത് വെക്കല്, മാപ്പിൻ്റെ എല്ലാം എടുത്ത് വെക്കല്. പിന്നെ ഇവിടെ തേപ്പിന്റെ പണിയെല്ലാം മുരളി സാറാണ് ചെയ്തത്. അത് വലിയൊരു തേപ്പുകാരനാണ്. ഇതിപ്പോ വേറൊന്നും പറയാനില്ല. അടുത്ത് നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എന്താ പറയാനുള്ളത്? ഇവിടെ യൂട്യൂബ് കാണുന്നില്ല, ഞാൻ 4% തപ്പി. ഇതാണ് സ്ഥലം, അടിക്കില്ല.
അതെ 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 ഒരു സബ്സ്ക്രൈബ് എത്രയായി 4 6 വ്യൂസ് ഉള്ള അവളുടെ ചാനലിനകത്ത് അടിപൊളി 59 സബ്സ്ക്രൈബേഴ്സ്. അടിപൊളി സ്ഥലമാണ്. അതാണ് ബാംഗ്ലൂരിലുള്ള ഏതൊരു ബിൽഡിങ്. ഈ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോകുന്നു. നമുക്ക് നേരെ ആ കുതിരമേലുള്ള ആളടുത്തേക്ക് പോകാം. ഇവിടെ ഫുള്ളി ഈ വീടെടുക്കൽ തന്നെയാണ്. ഇതാണ് ഈ ബാംഗ്ലൂരിലുള്ള ബിൽഡിങ്ങിന് മുകളിലുള്ള വീട്. അത് നമ്മൾ കാണാൻ വേണ്ടി ഇതാ S23 അൽത്തോ. ഇതാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു സാധനം. ഇതാണ് ഇനിയിപ്പോ നമ്മൾ പോകുന്ന നേരെയുള്ള വഴി. ഇതിനിപ്പോ നമ്മൾ നേരെ എക്സിറ്റിക്കല്ലോ എക്സിറ്റിലേക്കാണ് പോകുന്നത്. ഇനി അടുത്തേക്കാം ശിവാജി നഗറിലേക്ക്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളിപ്പോൾ തുടങ്ങിയ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അക്രമം, അത് ഏതോ പേരറിയാത്ത വണ്ടിയാണ്, പക്ഷേ അക്രമ സാധനം ഒരു രക്ഷയില്ല. ഇവിടെ ഇന്ന് കാണില്ല. അക്രമ സാധനം ഏതോ ലോക്കൽ വണ്ടിയൊക്കെ ആണ്, ഏതോ ലോക്കൽ വണ്ടിയാണ്, പക്ഷെ സൈലൻസർ വെച്ചതാ പന്നി. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള നമ്മൾ എടുത്തേക്കോ നടക്കാം. എടുത്തേക്ക് നടക്കുന്നത് ശിവാജിയാണ്. ശിവാജി നഗറിലേക്ക് നടക്കാൻ നടത്തത്തിൽ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. അതെവിടെയോ അങ്ങനെ നമ്മളിതാ ശിവാജി നഗറിൽ ഇപ്പോഴാണ് എത്തിയത്. ഇവിടെ തിരക്ക് നല്ലോണം ചെയ്യാം. ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. നല്ല ഇഷ്ടമായത് പയ്യ പള്ളിൻ്റെ ആദ്യം അപ്പോൾ എന്തെങ്കിലും പറയാനില്ല. ഓ മൈ ഗോഡ്, ഒരു ഞാൻ ക്രൗഡ് കാണിച്ചാൽ എടുത്തേ. ചെറിയ പൈസൻ്റെ സാധനങ്ങളാണ്. അങ്ങനെ കാശ് നമ്മളിതിൻ്റെ സെൻറ്ററിലെത്തിയിട്ടുള്ള ഇഷ്ടംപോലെ പള്ളി നമ്മളെ മെയിനാണ്.